ഇനിയിപ്പോൾ മനേഷ് മൂർത്തിയാണ് ചേരുന്നത് ചെന്നൈയിൽ നിന്ന് വീണ്ടും. മനേഷ് നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടിയുടെ ഈ CCTV ദൃശ്യങ്ങൾ പല പല ഇടങ്ങളിൽ നിന്ന് ലഭിച്ചപ്പോൾ ഏറ്റവും പ്രധാനമായത് കുട്ടി അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ വിട്ട് പുറത്തേക്ക് അങ്ങനെ പോകുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേക ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ വെള്ളമെടുക്കാനായാലും ഇറങ്ങുന്നു, അതിനുശേഷം വേഗം തന്നെ ട്രെയിനിലേക്ക് കയറുന്നു. അതുകൊണ്ട് തന്നെ കുട്ടി ട്രെയിനിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത, ആ സാധ്യതയിലേക്കാണ് പിന്നീടുള്ള അന്വേഷണം ഒക്കെ പോയത്. അപ്പോൾ അത് തന്നെ വലിയ നിർണായകമായ ഒരു കാര്യമായി മാറി. 13 വയസ്സുള്ള കുട്ടിയാണ്. ബബിത പറഞ്ഞിരുന്നു വലിയ പരിഭ്രാന്തിയൊന്നും കണ്ടില്ല, ട്രെയിനിൽ യാത്ര ചെയ്ത് ശീലമുള്ളതുപോലെ തോന്നി, ഭാഷ അറിയില്ല എന്ന് തോന്നി, മലയാളി അല്ല എന്ന് തോന്നി, മറ്റൊരു കാര്യം കരയുന്നുണ്ടായിരുന്നു. ഈ 3 കാര്യങ്ങൾ. അതിനുശേഷം കുട്ടി ട്രെയിനിൽ തന്നെ ഉണ്ടാകും എന്നുള്ള ആ ഒരു സാധ്യത അതും വളരെ നിർണായകമായി അല്ലേ? തീർച്ചയായും സ്മിത, അതായത് കന്യാകുമാരിയിൽ നിന്ന് കന്യാകുമാരി എക്സ്പ്രസ്സിൽ ഇവിടേക്ക് വരുമ്പോൾ ആ കുട്ടി വേറെ മറ്റിടങ്ങളിൽ, അതായത് ഓരോ സ്റ്റേഷനിലും ഇറങ്ങി. ഇതിനിടയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ ആശങ്ക എന്ന് പറയുന്നത് ഈ കുട്ടി ചെന്നൈയിലേക്ക് തന്നെയാണോ വന്നത് എന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏകദേശം 16 സ്റ്റോപ്പുകളുണ്ട്. അതിനിടയിൽ ജംഗ്ഷനുകളുണ്ട്. ഈ ജംഗ്ഷനുകളിലൊക്കെ ഈ കുട്ടിക്ക് ഇറങ്ങി മറ്റെവിടേക്കെങ്കിലും പോകാം. പക്ഷേ അസമിലേക്ക് തന്നെയാണ് ലക്ഷ്യം എന്നുള്ള ഏകദേശ ധാരണ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സംഘത്തിന് അത് കിട്ടുകയും അതിനുശേഷമാണ് ചെന്നൈയിലേക്ക് തന്നെയാണ് പുറപ്പെട്ടിട്ടുള്ളത്, ആ കന്യാകുമാരി എക്സ്പ്രസ്സിൽ തന്നെയാണ് പുറപ്പെട്ടിട്ടുള്ളത് എന്നുള്ളൊരു കൃത്യമായ ധാരണ അന്വേഷണ സംഘത്തിനുണ്ടാവും. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അവർ നൽകുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ആ ബോർഡിൽ കാണാം, അല്പസമയം മുമ്പ് ബോർഡിൽ അല്പസമയത്തിന് ശേഷം, അതായത് ഈ ട്രെയിൻ എത്തേണ്ട സമയമായി. ഇന്നലെ ആ കുട്ടി ഇവിടെ വന്ന് ഇറങ്ങിയ ആ ഒരു ട്രെയിൻ എത്തേണ്ട സമയമായി. ഇപ്പോൾ 6:25 സമയം. 6:30 മണിക്കാണ് ആ ട്രെയിൻ ഇവിടെ എത്തുക. ഇന്നലെ ആ ട്രെയിനിൽ ഉണ്ടായിരുന്ന കുട്ടിയാണ്. അവൾ ഇവിടെ ഇറങ്ങി അതിനകത്തുണ്ടായ, സ്മിത പറഞ്ഞതുപോലെ ട്രെയിനിൽ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു ധാരണ. കാരണം ആ കുട്ടി പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്നു, വെള്ളം കുടിക്കുന്നു, തിരിച്ചു കയറുന്നു, അല്ലെങ്കിൽ വെള്ളം എടുക്കുന്നു, തിരിച്ചു കയറുന്നു. അതുകൊണ്ട് തന്നെ ട്രെയിനിൽ തന്നെ ആ കുട്ടി ഉണ്ടാകും എന്നുള്ളതായിരുന്നു ഒരു വ്യക്തമായ ഒരു ധാരണ, അല്ലെങ്കിൽ ആ ഒരു സൂചന ആ തരത്തിൽ തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ, എഗ്മോറിൽ എത്തിയപ്പോൾ സ്വാഭാവികമായും ആ ട്രെയിനിൽ നിന്ന് ആ കുട്ടി ഇറങ്ങി. പക്ഷേ അടുത്ത ട്രെയിൻ എത്ര മണിക്കാണ്, അത് എവിടെ നിന്നാണ് വരുന്നത്, അത് എത്ര മണിക്ക് ഇവിടെ എത്തും, എഗ്മോറിൽ എത്തും എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായ ധാരണ കുട്ടിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇതിപ്പോൾ 3ാമത്തെ ഗേറ്റാണ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ 3ാമത്തെ ഗേറ്റാണ്, എഗ്മോർ സ്റ്റേഷനിലെ 3ാമത്തെ ഗേറ്റാണ്. ആ 3ാമത്തെ ഗേറ്റിൽ 6ാമത്തെ പ്ലാറ്റ്ഫോമിൽ ആ കുട്ടി ട്രെയിൻ ഇറങ്ങുന്നു. അവിടെ നിന്നൊരു ബാറ്ററി കാറിൽ കയറിയാണ് ഈ കുട്ടി ഇവിടെ വന്നിറങ്ങുന്നത്, ഈ 3ാമത്തെ ഗേറ്റിൽ വന്നിറങ്ങുന്നത്. അതിന് മുമ്പിൽ ഒരു CCTV ഉണ്ട്. ആ CCTVയിൽ വരെ ആ കുട്ടിയുടെ ദൃശ്യങ്ങളുണ്ട്. പക്ഷെ അതിനുശേഷം ഇവിടെ നിന്നും എവിടേക്ക് പോയി എന്നത് സംബന്ധിച്ച് യാതൊരു ധാരണയുമില്ല. തിരികെ ഈ കുട്ടി കയറിയത് ഒരു CCTV ദൃശ്യത്തിലും അല്ലെങ്കിൽ CCTVയിലും പതിഞ്ഞിട്ടുമില്ല. അതുതന്നെയായിരുന്നു ഒരു വലിയ കൺഫ്യൂഷൻ. എവിടെയാണ്, എന്താണ്, ഇവിടെ ചെന്നൈയിൽ തന്നെ മിസ്സിംഗ് ആയോ എന്നുള്ളതായിരുന്നു. പിന്നീട് നമ്മൾ പല പോലീസ് ഉദ്യോഗസ്ഥരോടും ഒക്കെ സംസാരിച്ച സമയത്ത് തിരികെ എന്തായാലും ട്രെയിൻ കയറിപ്പോയതായുള്ളൊരു ധാരണ ഇല്ല, പക്ഷേ അതിവിടെ നിന്നില്ല എന്നുള്ളതാണ്. പക്ഷേ പെരമ്പൂർ സ്റ്റേഷനിൽ നിന്നും ഒരു ട്രെയിൻ ആ സമയത്ത് ഗുവാഹത്തിക്ക് പോകുന്നുണ്ട്, അതിൽ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിവരം വരുന്നു. അങ്ങനെയാണ് എന്തായാലും ഒരുപാട് കൂട്ടലും കിഴിക്കലും ഒക്കെ ഈ കുട്ടിയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് എന്തായാലും വിശാഖപട്ടണത്ത് വെച്ച് ഇന്നലെ രാത്രി 10:30 മണിയോടുകൂടി ആ കുട്ടി വളരെ സുരക്ഷിതമായി ഇരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നത്. അതെന്തായാലും തീർച്ചയായും ഒരു വലിയ ആശ്വാസമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കുട്ടി ട്രെയിനിൽ ഇരിക്കുന്നത് കാണുന്ന, അല്ലെങ്കിൽ ട്രെയിനിൽ ഇരുന്ന് കരയുന്നത് കണ്ട ഭവിത അങ്ങനെ ഒരു ചിത്രം എടുക്കുന്നു. ആ ചിത്രം എടുക്കുമ്പോൾ തന്നെ വളരെ ദേഷ്യത്തോടു കൂടി ഈ കുട്ടി ഭവിതയെ നോക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല ഭാഷ അറിയില്ല എന്നുള്ളത് മനസ്സിലായി, മലയാളിയല്ല എന്നുള്ള കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ കാര്യമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നീട് ഭവിത വീട്ടിലെത്തിയതിനു ശേഷമാണ് ഈ കുട്ടി മിസ്സിംഗ് ആണെന്ന് മനസ്സിലാക്കുന്നതും അവർ പോലീസുമായി ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഓരോ ആളുകൾ നടത്തിയ ഇടപെടൽ, അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ കുട്ടിയുടെ കാര്യത്തിൽ ഓരോ ഘട്ടത്തിലും നടത്തിയ ഇടപെടലുകളെല്ലാം നമുക്ക് പറയേണ്ടി വരും. അതിനുശേഷം ഏറ്റവും ഒടുവിൽ നമ്മുടെ അലക്സറ മുഹമ്മദ് നടത്തിയ ഒരു ഇടപെടൽ, അങ്ങനെയാണ് ആ കുട്ടി സുരക്ഷിതമായ കരങ്ങളിൽ വിശാഖപട്ടണത്ത് വെച്ച് എത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഒരു വലിയ രക്ഷപ്പെടൽ കൂടിയായിരുന്നു കുട്ടിയുടേത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം. കാരണം ഒരു സംഘം ആ കുട്ടിയെ അപ്പോഴേക്കും തന്നെ ഒരു സംഘത്തിനൊപ്പം ആ കുട്ടി ഉണ്ടായി, അല്ലെങ്കിൽ ആ സംഘത്തിനൊപ്പമായ കുട്ടി മാറിയിരുന്നു എന്നുള്ളതും ഒരു വലിയ കാര്യം തന്നെയാണ്. എന്തായാലും 36 മണിക്കൂർ നീണ്ട ഒരു യാത്ര, പക്ഷെ ഒറ്റ ലക്ഷ്യം തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. കൃത്യമായ ഡയറക്ഷനിൽ തന്നെയായിരുന്നു, അസം എന്ന് പറയുന്ന ഡയറക്ഷനിലേക്ക് തന്നെയായിരുന്നു ആ കുട്ടിയുടെ യാത്ര എന്നുള്ളത് നിസ്തർക്കം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അത് എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും അവിടേക്ക് പോവുക എന്നത് തന്നെയായിരുന്നു ആ മകൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ, അതായത് വീട്ടിൽ നിന്നും ആ കുട്ടി ഇറങ്ങുമ്പോൾ ആ കുട്ടി തീരുമാനിച്ചുറപ്പിച്ചിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. വലിയ പരിഭ്രമം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഭവിത തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല, എന്തായാലും തനിക്ക് തൻ്റെ നാട്ടിലേക്ക് എത്തണം, സ്വദേശത്തേക്ക് എത്തണം എന്നുള്ളൊരു ലക്ഷ്യം തന്നെയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ
പക്ഷേ സ്വാഭാവികമായും 13 വയസ്സുള്ള കുട്ടിയാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ, കുറച്ച് ഈ പറഞ്ഞ രീതിയിലുള്ള യാത്രകൾ കഴിയുമ്പോഴൊക്കെ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. കാരണം നമ്മൾ വിശാഖപട്ടണത്ത് നിന്നും ആ മകളുടെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ വലിയ മുഖത്തൊക്കെ വലിയ ക്ഷീണമുണ്ട്, വലിയ സങ്കടമുണ്ട്. കരഞ്ഞതുകൊണ്ടൊക്കെ ആയിരിക്കാം വലിയ സങ്കടമുണ്ട്. എന്തായാലും വലിയ ഇടപെടൽ നടന്നിട്ടുണ്ട്, പല ഘട്ടങ്ങളിലും വലിയ ഇടപെടൽ നടന്നിട്ടുണ്ട്. അങ്ങനെ 10 മണിയോടുകൂടി മകൾ എന്തായാലും സുരക്ഷിതയായിരിക്കുന്നു എന്നുള്ള വലിയ ആശ്വാസകരമായ ഒരു വാർത്ത വിശാഖപട്ടണത്ത് നിന്ന് വരികയും ചെയ്തു. ഇനിയിപ്പോൾ എന്തായാലും ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം തീർക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് എന്തായാലും കടക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ആ കുട്ടിയുടെ മാനസികാരോഗ്യത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്, കുട്ടിയുടെ ആരോഗ്യം നോക്കേണ്ടതുണ്ട്. മാത്രമല്ല ചില ലീഗൽ ഫോർമാലിറ്റീസ് കൂടി തീർച്ചയായിട്ടും ആശ്വാസകരമായ വാർത്തയാണ്. ഇന്നിപ്പോൾ കുഞ്ഞിനെ മാതാപിതാക്കൾക്ക് കൈമാറുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് പോകേണ്ടത്.